ആ തലത്തിൽ ഗ്രന്ഥങ്ങളൊന്നും രചിച്ചിട്ടില്ല, അതിന് വ്യാഖ്യാനമൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ശ്രീകൃഷ്ണൻ്റെ തലത്തിൽ നിന്ന് ഗീത ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അത് ഗുരുമുഖത്ത് നിന്ന് കേട്ട് മനസ്സിലാക്കുക ചെയ്യുക. എല്ലാ ഗീതാ വ്യാഖ്യാനങ്ങളും സ്മൃതിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്, സ്മാർത്ഥ തലത്തിൽ നിന്നുകൊണ്ടാണ്, പൗരാണിക തലത്തിൽ നിന്നുകൊണ്ട് ചെലുത്തും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് 4 തലം. ഗീത എങ്ങനെ കേൾക്കണം എന്ന് ചോദിച്ചാൽ ശ്രൗത തലത്തിൽ കേൾക്കാം, സ്മാർത്ഥ തലത്തിൽ കേൾക്കാം, പൗരാണിക തലത്തിൽ കേൾക്കാം, ലൗകിക തലത്തിൽ കേൾക്കാം. ഈ 4 തരത്തിലുള്ള കേൾവിക്കാരെയാണ് അവിടെ കാണിച്ചത്. അപ്പോൾ അതിൽ ഈ 4 പേരാണ് ഇത് കേട്ടത്. ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ളതാണ് സംവാദം. ഇത് ചിലപ്പോൾ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് കൊണ്ടായിരിക്കും ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ ആശയം വിനിമയം ചെയ്തിട്ടുണ്ടാവുക. ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ വിനിമയം ചെയ്ത ആശയത്തെ 10 ദിവസങ്ങൾക്കിപ്പുറം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് 700 ശ്ലോകങ്ങളായത്. ആ 700 ശ്ലോകങ്ങളിലൂടെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച ഗീത നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പം 700-ൽ പരം വ്യാഖ്യാനങ്ങളായി തീർന്നു. അപ്പം ഗീത 700 ശ്ലോകങ്ങളായി